ഹായ് മച്ചാമാരെ. അപ്പോൾ ഞങ്ങളിന്ന് വന്നതേ നമ്മുടെ ബേണുസുതിക്ക് ഒന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമ്മുടെ ബേണുസുതി പറയുന്ന ഒരു 2 വാക്ക് നിങ്ങൾ പ്രേക്ഷകർ കേൾക്കട്ടില്ലേ? ആ എന്നെ വെറുതെ വിടുക. ഞാൻ ക്യാൻസർ രോഗമായിട്ട് ഞാൻ മല്ലിടുവാണ്. എനിക്ക് എന്റെ ഹൃദയത്തിന് വേണ്ടിട്ട് ജീവിച്ചേ പറ്റത്തുള്ളൂ. എന്നെ ഇങ്ങനെയാണ് കാര്യങ്ങൾ. വെറുതെ വിടും. ബേണുസുതി എന്തിനാണ് സംഭവം? എനിക്ക് നമുക്ക് രണ്ടുപേർക്കും അറിയേണ്ട പല കാര്യങ്ങളും ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങൾ എനിക്ക് യോജിപ്പില്ല. അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എന്റെ കുഞ്ഞിനെ ചേട്ടനായിട്ട് കണ്ടു, ഇനി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നുള്ള പ്രാർത്ഥനയാണ് ചെയ്യേണ്ടത്. അല്ലാതെ കിച്ചുവിനെ കുറിച്ച് പിന്നെയും ഇതിൽ വലിച്ചെഴുതേണ്ട കാര്യമൊന്നുമില്ല. ഉണ്ടാളിയാ അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കണം. യഥാർത്ഥമായിട്ട് ഇവക്ക് ഈ അസുഖം ഉണ്ടോ അതോ ഇവർ നടിക്കണതാണോ? അതിനെപ്പറ്റി അല്ല, നമ്മള് ജനങ്ങള് പ്രേക്ഷകർ എപ്പോഴും ഇങ്ങനെ വീഡിയോയിൽ ചവിട്ടി ഇറക്കണല്ലേ. നമുക്ക് അതിനെ കുറിച്ചൊന്ന് ചോദിക്കേണ്ട ഇതുണ്ട്. കാരണം യഥാർത്ഥം പറഞ്ഞാൽ ഇവിടെ ഹോസ്പിറ്റലല്ല കൊണ്ടുപോയി ഇവിടെ ഇടേണ്ടത്, മെന്റൽ ഹോസ്പിറ്റലാണ് ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടത്. കാരണം പ്രേക്ഷകരെ നമ്മൾ ഇങ്ങനെ പറയാൻ കാരണം ഇപ്പൊ പല വീഡിയോകളും പുള്ളിക്കാർ ചെയ്തിട്ടുണ്ട്. അപ്പം എന്ത് പറയാ, പിന്നീട് അതൊക്കെ കള്ളായിട്ടാണ് മാറിയത്. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു ഇത് മാത്രമല്ല, കിച്ചുവിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ പാടില്ല. കാരണം വെച്ചാൽ ആ ചെറുക്കൻ എന്ന് പറഞ്ഞാൽ മാനം മറിയിട്ട് ആ ചെറുക്കൻ ജീവിക്കും. ഇവിടെ ഒരു ഇതില്ല. ആ ചെറുക്കൻ ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്ത് കൊടുത്തു, ഇല്ലെന്ന് പറയില്ല, ആദ്യം സപ്പോർട്ട് ചെയ്ത് കൊടുത്ത്. അതെന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തു? 500 സബ്സ്ക്രിപ്ഷൻ ആയപ്പോഴൊന്നും വേറെ കുഴപ്പമില്ലായിരുന്നു. ഇങ്ങനെ സൈഡ് എല്ലാം കാണിച്ചു വന്നപ്പോ അവന് സമൂഹത്തിന്റെ മുമ്പ് അവന് ഇറങ്ങാൻ പറ്റില്ല. അത് മാത്രം ഋതപ്പനും അത് ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ടാണ് അവൻ പറയണത്. അവന്റെ പിന്നെ സ്കൂളിൽ പിന്നെ ഫ്രണ്ട്സിനെയൊക്കെ ഫേസ് ചെയ്യണ്ടേ. പിന്നെ അവൻ ഒരു ചെറുക്കല്ലേ. ഇവള് 2-3 ഭർത്താവായെന്നാണ് അറിഞ്ഞത്. ഇവക്ക് അല്ല, ഞാൻ പറയുമ്പോ എല്ലാം പറയണം മച്ചാമ്പി. ഇവള് എങ്ങനെ വേണം നടന്ന ആ ചെറുക്കൻ 10 ഒന്നുമില്ലെങ്കിലും ഒരു 19-20 വയസ്സായ ഒരു ചെറുക്കനാണ്. ആ സമൂഹത്തിന്റെ മുമ്പേ ആ ചെറുക്കൻ വല്ല കോളേജിലെ വല്ലൊരു ഫംഗ്ഷനെ പോകുമ്പോ അവന്റെ 2ാം അമ്മ ഇങ്ങനെ മറ്റേ കൊച്ച് ആപ്പിൽ കയറി ഈ ബട്ടൺസും തുറന്നിട്ട് മുലര ഇടുക്കൊക്കെ കാണിച്ച് ഇങ്ങനെ മോശം രീതിയിൽ വീഡിയോയിൽ ചിത്രീകരിക്കുന്ന പറയുമ്പോൾ അവനൊരു മാനക്കേടുണ്ടോ? മാനസികമായിട്ട് അവൻ തളരും. വേണോ ഇപ്പം ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങൾ തന്നെ പിന്നെ ആദ്യത്തേക്ക് വെറുപ്പായിരുന്നെങ്കിൽ പിന്നെ ഇഷ്ടമാണ്. അത് ആ ഇഷ്ടം കളയരുത്. നീ ഇപ്പം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ദൈവത്തോട് ഇപ്പൊ എന്നെ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ ഇഷ്ടമെന്ന് പറയാനും ഞമ്മക്ക് പറ്റൂല മച്ചാമ്പി. ഇവള് ഈ നാട്ടിന് നല്ലത് എന്താണ് ചെയ്തത് പറ. അല്ല അതില്ല ഒരു ധാരണ. പിന്നെ ഈ അസുഖത്തിന്റെ ഇതിലാണ് ഞങ്ങൾക്കൊക്കെ ഒരു പുണ്യം തോന്നുന്നത്. ഞാൻ ഉള്ള കാര്യം പറയാം. ഇവക്കിപ്പോ ഈ വേണുസുതിക്ക് ഇപ്പൊ ഒരു അസുഖം വന്നുകൊണ്ടാണ് നമ്മളൊക്കെ ഒരു പാവം എന്ന് കണക്കൂട്ടുന്നത്. അത് ഞങ്ങളിലുണ്ട്. അതേ എങ്ങനെയെങ്കിലും അസുഖം മാറി കിട്ടണമെന്ന് ഇല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ മാത്രമല്ല ജനങ്ങളും അതാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ നീ കാണിച്ച തെണ്ടിത്തരത്തിന് ഞങ്ങൾ അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്, നേരെ തിരിച്ചാണ്. മനസ്സിലായില്ലേ? കാരണം ഇവ കാണുന്ന ഇവക്ക് നല്ല പള്ളിയിലെ ഓരോരുത്തർ ഇവക്ക് മാക്സിമം രീതിയിലുള്ള സഹായിച്ചിട്ടുണ്ട്. ഇന്നലെ പറയട്ടെ, ഇവള് മാക്സിമം രീതിയിൽ ജനങ്ങളും പള്ളിയിൽ വെച്ചും പല ആൾക്കാരും ഇവരെ നല്ല ഈ കുടുംബത്തെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. നിന്നിച്ചിട്ടേ ഉള്ളു. പിന്നെ അവര് പറയുന്ന ഇതിലൊന്നും അവള് പിടി കൊടുക്കില്ല. ഇവക്ക് എപ്പോഴും കാണണവന്മാരെ നാട് റോട്ടിൽ കിടന്നിട്ട് പുറത്ത് കയറണം 5-6 അവന്മാർ ഇങ്ങനെ കള്ളിച്ചാപ്പിട്ട് ഇങ്ങനെ തൂക്കിയെടുക്കണം. ഇവക്ക് ഈ പണ്ടുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്, അട്ടയെ പിടിച്ച് മെത്തെ കിടത്തി അത് കിടക്കത്തില്ല, അത് എപ്പോഴും ചാണാക്കുഴിയിലേ പോവുള്ളൂ. അതേ കറക്റ്റാണ്. വേണോ എനിക്ക് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിനക്ക് എത്രയും പെട്ടെന്ന് അസുഖം ഭേദമാവട്ടെ എന്നാണ്. പക്ഷേ ആ വീഡിയോ കണ്ടപ്പം എന്തോ ഒരു വല്ലാത്ത വിഷമം തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ റിയാക്ട് ചെയ്യണത്. നിനക്ക് നല്ലത് വരട്ടെ. പിന്നെ അവനെ കിച്ചുവിനെ വിട്ടേക്ക്, അവന്റെ വഴിക്ക് അങ്ങ് വിട്ടേക്കുക. അവൻ നല്ല ചെറുക്കൻ. അവനെ വല്ല ആത്മാർത്ഥ ശ്രമത്തിലേക്ക് ആ ചെറുക്കൻ പോകും. അവൻ ആരുള്ളത്? അവൻ അച്ഛനില്ല, അമ്മയില്ല, ആരുമില്ല. അപ്പം അതനുസരിച്ചിട്ട് പെരുമാറാൻ ശ്രമിക്കുക. ഋതപ്പനെയും നോക്കുക നല്ല രീതിയിൽ. പിന്നെ വേണുസുതിക്ക് സംബന്ധിച്ചോളം അവക്കൊരു കുഴപ്പമില്ല. എങ്ങനെ വേണം ജനങ്ങൾ പറഞ്ഞാല് അവള് വേണമെങ്കിൽ തുണിയില്ലാതെ വേണമെങ്കിൽ നടക്കും. പക്ഷെ അതേപോലെ ആ ചെറുക്കൻ്റെ ഇതാണ് നോക്കണം. പിന്നെ വേണുസുതിയെ സപ്പോർട്ട് ചെയ്യാൻ കാരണമേ നമ്മുടെ കോമഡിക്കാരൻ അവന്റെ ഒരു മോൻ നോക്കിയാണ് ഇവളെ സപ്പോർട്ട് ചെയ്യണത്. അവൻ നമ്മളെ ഒരു കൂട്ടുകാരനാണ് മച്ചമ്പി. അപ്പൊ അത് ഉദ്ദേശിച്ചാണ് എല്ലാരും പാവല്ലെന്ന് പറഞ്ഞാൽ ഇവളെ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്തപ്പോ ഇവള് തറയിലല്ല, ഇവള് കാലില് 12,000 20,000 ചെരുപ്പാണ് അവൾ ഇട്ടോണ്ട് ഷോ കാണിക്കണത്. അതുമായിട്ട് ഋതപ്പനെ നോക്കണില്ലെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. കിച്ചു ഋതപ്പനെ എങ്ങനെ നോക്കണം ജനങ്ങൾക്കറിയാം. അത് രേണു പറയേണ്ട കാര്യമില്ല. രേണു പറഞ്ഞിരിക്കാന്ന് പറഞ്ഞാൽ കിച്ചു പിന്നെ ഇവന് ഋതപ്പനെ ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ലെന്ന്. പിന്നെ അത് പോയിട്ട് നമ്മളൊക്കെ പൈസ കിട്ടുമ്പോഴേ നമ്മൾ വന്ന സ്ഥലം കൂടെ വേണുസുതി നീ മനസ്സിലാക്കണം. കുറച്ച് പൈസ നമ്മളെ കയ്യിൽ വന്ന് കയറുമ്പോഴേ നമ്മളെ ആദ്യം എങ്ങനെയാണ് വന്നത് അതുകൂടെ ഒന്ന് തിരിഞ്ഞു നോക്കണം. ഈ പൈസ ജാട വെച്ച് നീ കാണിച്ച കോപ്രായങ്ങളെല്ലാം ഈ നമ്മൾ കണ്ടോണ്ടിരുന്നതാണ്. അതിൻ്റെ കൂലിയായിരിക്കും. ദൈവം എന്ന് പറഞ്ഞ ഒരാൾ മേളിലിരിക്കാനാണ് കണ്ടുകൊണ്ട്. ദൈവം ഇല്ലെന്ന് പറയല്ലേ? പറയണം മച്ചാ. പറയുമ്പോഴത്തെ ശരിയും തെറ്റും എല്ലാം പറയണം.
അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ മച്ചാമരെ അല്ലേ? രേണുവിന് എത്രയും പെട്ടെന്ന് ഭേദമായി വരട്ടെ എന്നാണ് വരട്ടെ. പ്രാർത്ഥന. രേണുസുതിക്ക് എത്രയും പെട്ടെന്ന് സുഖമായി വന്നിട്ട് അടുത്തിനി 10 പയ്യന്മാരെ ഇടുപ്പിൽ കയറി ചാടയും പറക്കുകയും ചെയ്യണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓക്കെ.